നീർനിലങ്ങളിനടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുത്തു മേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയില്ലെരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞ വള്ളര വയറിൽ കിടപ്പ് രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റിവാർന്ന് നാട് നഗരമാക്കി കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു നിന്നെ കന്യമാക്കി പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ച് കേണസാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്തു കണ്ണിരാഴിയിൽ കുളിച്ചു തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിലാരോ കളിച്ച് നീതി പണ്ടേ മരിച്ച്. ഈ മരിച്ച നീതിയെ പുനഃസൃഷ്ടിക്കുക അല്ലെങ്കിൽ മരിച്ച നീതിയെ തിരികെ കൊണ്ടുവരിക, ഇതൊരു പാട്ടിലൂടെ എപ്പോഴും വേടം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഈ ഫൈറ്റ് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചിലയിടത്തൊക്കെ കളക്റ്റീവായിട്ട് നടക്കാറുണ്ട്. ഇപ്പോൾ കാസിലസ് കളക്റ്റീവ്, പാരഞ്ചിത്തൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു സപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒരു അടുത്ത് നിന്ന് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അറിവുമായിട്ടൊക്കെയുള്ളൊരു സൗഹൃദമൊക്കെ പുലർത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നാണ് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ഫോമിലേക്ക് ഈ രീതിയിലൊക്കെ ഒരു രാഷ്ട്രീയം പറയുന്ന കുറേ പേര് ഒരുമിച്ച് ചേരുന്നൊരവസ്ഥ വരിക? പലതരത്തിലുള്ള സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ, എങ്കിലും നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊക്കെ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ഭാവി പറയും? ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ സംഗീതം നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ്. അപ്പോൾ അതിനങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ നിന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഘടനകളോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്ന ഒരു കാര്യത്തിനെതിരെ ഇന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചർച്ചകളോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ പണിയെടുക്കുന്ന ഒരാളാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ വളർച്ചയും ഭയങ്കര കുറവാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഭയങ്കര കമേഴ്ഷ്യലാണ്. ആർട്ടിലൂടെ ഒരു റെവല്യൂഷൻ ഇപ്പോഴും കേരളത്തിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഈ അടുത്ത് ചേട്ടൻ പറഞ്ഞ ഈ അടുത്ത് അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ലേ? എനിക്കറിയില്ല ആക്ച്വലി. ഞാൻ എൻ്റെ പാർട്ട് നല്ലോണം പ്ലേ ചെയ്യണമെന്ന് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്ന എഴുതാൻ പറ്റില്ല. കമേഴ്ഷ്യൽ ട്രാക്കുകൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒരു കമേഴ്ഷ്യൽ ട്രാക്കാണ് എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് പ്യുവർ 100% പൊളിറ്റിക്സ് ആണ്. അപ്പോൾ കേരളത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കൂടിയിട്ട് ഒരു അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ആർട്ട് ഫോമുകളൊന്നും ഉണ്ടാക്കാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആരുമില്ല. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയെങ്കിലും എന്താണ് പറയുക, സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുക, ലൈഫ് ഇച്ചിരി കൂടി അപ്ഗ്രേഡ് ചെയ്യുക എന്ന് അതാണ് എല്ലാവരുടെയും മോട്ടീവ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ അല്ല, പക്ഷേ ശരിക്കും അത് കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? ഇപ്പോൾ സിനിമ കമേഴ്സ്യലൈസ് ചെയ്യുമ്പോൾ സിനിമ പാട്ടുകൾക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും അങ്ങനെ വളരുന്നില്ലെന്നേ. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ ഇവരൊരു ബേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ സിനിമയിലേക്ക് മാറിപ്പോകും. പിന്നെ സിനിമയിലായിരിക്കും വർക്ക് ചെയ്യുക തന്നെ. സിനിമയാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റഡ് ആയി നിൽക്കുന്ന ഒരു മീഡിയ. അല്ല, ആ കാശ് കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻ ഇപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നിട്ട് ഒരു സ്പെഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുത്താക്കണ ഒരാൾ ഇപ്പോൾ ബേബി ജീൻ ഒരു സിനിമ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ബേബി ബാക്കിയുള്ള ബേബിയുടെ ആസ് എ ഹിപ്പോപ്പ് ആർട്ടിസ്റ്റ്, പ്യുവർ ഹിപ്പോപ്പ് ആർട്ടിസ്റ്റാണ് ബേബി. അപ്പോൾ അവൻ ഒരു പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയുണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൻ ഉണ്ടാക്കിയെടുത്തതാണ്. അത് ക്രൗഡിൻ്റെ പൾസ് അറിഞ്ഞിട്ട് അവൻ ചെയ്യുന്ന സാധനങ്ങളാണ്. അതല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ ആർക്കും ഇപ്പോൾ ഒരു സിനിമയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശംസയും ഒരു സിനിമയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിന് കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ അത്ര എളുപ്പം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ചെയ്തപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. അത് ഒരുപാട് കുറച്ച് കാലം ലാസ്റ്റ് ഉള്ളൂ എന്നുള്ളതാണ്. അത് 1-2 തവണ നടന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും നടക്കണമെന്നില്ല. അതെന്തോ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായ കാരണം എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഫുൾ വർക്ക് ജനങ്ങളുടെ സഹായത്തോടുകൂടി നടന്നു. അത് ഇനി ഒരിക്കലും വേറൊരു ആർട്ടിസ്റ്റിന്
ക്രൗഡ് ഫണ്ടറോട് കൂടിയിട്ട് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുമോ, എല്ലാവരെയും ലൈക്ക് ഫുൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ട്രാക്കാണ് വായൊക്കെ. വാ എല്ലാവരും ട്രാക്കാണ്, വാ വേടനെ എഴുതി പാടിയ ട്രാക്കല്ല, വാ ഒരുപാട് ആൾക്കാർ സഹായിച്ചുകൊണ്ട് മാത്രം ഇറങ്ങിയ ട്രാക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിന് ഇനി ഒരു പാട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആർട്ട് ഫോം കേരളത്തിൽ ഭയങ്കര മോശപ്പെട്ടൊരവസ്ഥയെ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽസ് അതേമാതിരി മ്യൂസിക് ഷോസൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു 2024 ലാസ്റ്റോടുകൂടി ഇന്ത്യയിലെ ഹിപ്പ് ഹോപ്പ് സീൻ, സൗത്ത് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീനൊക്കെ വലിയ രീതിയിലേക്ക് വളരും. ഇപ്പോൾ വളർന്നിട്ടില്ല, ഇപ്പോൾ വളർച്ചയിലാണ്. എനിക്ക് തോന്നുന്നു 2024-2025 സൗത്ത് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് സീൻ വലിയ രീതിയിൽ വളരും. ഇപ്പോൾ വളർന്നിട്ടില്ല. വാ ഒരു ആഹ്വാനമായിരുന്നു, തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വിളിക്കുന്ന ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു. വായുടെ രണ്ടുപേരെയും കൂടെ പാടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നിവ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തലനരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല വാ. എൻജോയ് എൻജോയ് മീ സത്യത്തിലൊരു ഹിറ്റ് സോങ് ആണ്. ഒരുപക്ഷെ കറുത്ത മനുഷ്യരെ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ആഴത്തിൽ പൊളിറ്റിക്സ് പറയുന്ന, എന്താണ് വംശം, എന്താണ് ദേശീയത, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മണ്ണിൻ്റെ രാഷ്ട്രീയം പറയുന്ന കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു പാട്ടാണ്. ഒരുപക്ഷെ അറിവിൻ്റെ അമ്മുമ്മയുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ്. അതേ ടോണിൽ വരുന്ന ഒരു സാധനം വേടനും ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജാഫ്നയിലെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ആക്ച്വലി സോഷ്യൽ ക്രിമിനൽ എന്നാണ് ആ ട്രാക്കിന്റെ പേര്. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നതാണ് ആ വരി. പുള്ളിക്കാരി എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ റെപ്രസെന്റ് മാത്രമാണ്. പക്ഷെ അത് പൊളിറ്റിക്സ് ആണ് ആ പാട്ട്. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. സോഷ്യൽ ക്രിമിനൽ എൻ്റെ ജീവിതമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് സോഷ്യൽ ക്രിമിനൽ. ഞാൻ തന്നെ ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്. സോഷ്യൽ ക്രിമിനൽ എൻ്റെ ലൈഫാണ്. അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ അമ്മയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു. അത്ര തന്നെ പ്യുവർ പൊളിറ്റിക്സ് തന്നെയാണ് പാട്ട്. പക്ഷെ അത് എൻജോയ് എൻജാമിയോടുകൂടി ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് കൃത്യമായ രാഷ്ട്രീയം കൃത്യമായി പറയാൻ പറ്റി. തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയാൻ കണക്ഷനുണ്ട്, ശ്രീലങ്കൻ കണക്ഷൻ രണ്ടിലും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവിടുന്ന് ഈ പറയുന്ന പോലെ തോട്ടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ചവരാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ കമ്പിളിപ്പൂച്ചി തങ്കച്ചി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കമേഴ്സ്യലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ മാൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ ചിന്തകളൊക്കെ വരുന്നത്. പക്ഷെ അതല്ല, കമ്പിളിപ്പൂച്ചിയും നമ്മുടെ അനിയത്തിയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റിൽ ആ പാട്ട് പക്ഷേ ഒരുപാട് കമേഴ്സ്യൽ മാനങ്ങളും കൂടെ നേടുന്നു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്കൊരു സന്തോഷമല്ലേ? പിന്നെ തീർച്ചയായിട്ടും എൻജോയ് എൻജാമി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്ക് തന്നിരിക്കുന്ന ഒരു ഡ്രൈവ് ഉണ്ട്. ഒരു ഗിയർ കിട്ടിയാൽ മതിയായിരുന്നു. അത് ആ സമയത്ത് ഒരു 5-6 പാട്ട് ഇരുന്ന് എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പാട്ട് കേട്ടിട്ട് ഓക്കെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം. പാട്ട് ഫുൾ കമേഴ്ഷ്യലാണ് പാട്ട്. ലൈക്ക് മ്യൂസിക് വൈസ് ഭയങ്കര കമേഴ്ഷ്യലാണ് പാട്ട്. ലോകത്തിൽ എൻജോയ് എൻജാമി കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ പാട്ട് ലൈക്ക് 100% പൊളിറ്റിക്കലാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്ന് എന്നെ പോലൊരു ആർട്ടിസ്റ്റിന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ കയ്യിൽ കമേഴ്ഷ്യൽ ട്രാക്കുകളൊന്നുമില്ല. ആകെ ഒരു കമേഴ്ഷ്യൽ ട്രാക്ക് ഇപ്പോൾ കശ്മീർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാനും ഡാപ്സി കൂടി ഒരു ട്രാക്ക് ചെയ്തു, ലാവിദ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതും അല്ല, എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് എൻ്റെ കമേഴ്ഷ്യൽ ട്രാക്ക്. വേറെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുകളും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കതിന് പറ്റൂല. എനിക്ക് അറിയുന്ന എനിക്ക് എഴുതാൻ പറ്റില്ല. പെരിയാറൻ മലിനമാകുന്നതിനെ കുറിച്ചും ഇവിടുത്തെ അന്തരീക്ഷം മലീമസമാകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്ക് സിനിമാ പാട്ടുകളിൽ സാധാരണ പറയാൻ പറ്റാറില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ വേടൻ അത്തരം ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സുഷിൻ ശ്യാം പറയുന്നത്, സുഷിൻ ശ്യാമിൻ്റെ സംഗീതം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേടൻ ആ സൈഡിലിരിക്കുകയായിരുന്നു. സുഷിൻ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വേടൻ വരികളുമായിട്ട് വന്നു എന്നുള്ളതാണ്.
അത്രയും ഫാസ്റ്റായിട്ടാണ് അത് ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഭയങ്കര സ്ലോ, ഭയങ്കര സാവധാനത്തിൽ എഴുതുന്ന ഒരാളാണ് ഞാൻ. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സമയം എടുത്തിട്ടാണ് 2-3 മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാനൊരു പാട്ട് എഴുതുന്നത്. പിന്നെ മഞ്ഞൾ ബോയ്സിൻ്റെ കാര്യത്തിൽ അത് എനിക്കറിയില്ല. ചിദംബരം ചേട്ടൻ, ഓൾ താങ്ക്സ് ടു ചിദംബരം ചേട്ടൻ. ചിദംബരം ചേട്ടൻ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നത്, പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്ര സമയമുള്ള വേടാ, ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ചേട്ടനെ, എനിക്ക് ഇത്ര സമയമുള്ള കണ്ണ, അപ്പോൾ എനിക്ക് ഇതിനുള്ള പാട്ട് ഫിനിഷ് ചെയ്ത് തരണം. ഞാൻ എന്തോ എഴുതി, അത് സുഷിൻ ചേട്ടനും ചിദംബരം ചേട്ടനും ഇഷ്ടപ്പെട്ടു. അത്ര തന്നെ. ചിദംബരം ചേട്ടനും സുഷിൻ ചേട്ടനുമാണ് എല്ലാ ക്രെഡിറ്റും. അവര് ഭയങ്കര ഫ്രീ ആയിരുന്നു. ഇന്നത് വേണം എന്നൊന്നും പറഞ്ഞു തരാതെ. സുഷിൻ ചേട്ടൻ, ചിദംബരം ചേട്ടൻ എനിക്ക് ഒരു ഗ്രാഫ് പറഞ്ഞു തന്നു, സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നു. പിന്നെ മഞ്ഞുമൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. മഞ്ഞുമൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മഞ്ഞുമലിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട്. ഒരിക്കലും മഞ്ഞുമലുള്ള ഒരാൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ഈ പാട്ട് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ഞാൻ മഞ്ഞുമലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ചിദംബരം ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവ്, ലൈക്ക് അങ്ങനെയാണ് ഞാൻ പാട്ട് എഴുതിയേക്കണത്. പാട്ട് മഞ്ഞുമലുള്ള ആൾക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അത് ചെറിയൊരു വിജയമാണോ എന്ന് വിചാരിക്കണം. ഇനി പാട്ടിറങ്ങട്ടെ. പാട്ടിൽ പുഴയെക്കുറിച്ച് പറയുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് വരുന്ന ഒരു പെരിയാർ നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ എറണാകുളം നഗരം പോലും ഒരുപാട് കാര്യങ്ങൾക്ക് പെരിയാറിനെ ആശ്രയിക്കുന്നുണ്ട്. പെരിയാറിൻ്റെ പ്രകൃതിയെ ആശ്രയിക്കുന്നുണ്ട്, ഭംഗിയെ ആശ്രയിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് പുഴയ്ക്ക് ബന്ധമുണ്ട്. ഒരു ഡാം, അത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയും ഒക്കെ ആയിട്ട് മാറുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോഴും അവിടുത്തെ ആ കാട് അല്ലെങ്കിൽ കാടിൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയത്തെ ഒരുപക്ഷെ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സിനിമ ഇറങ്ങിയാലേ അത് പറയാൻ പറ്റുള്ളൂ, തീർച്ചയായിട്ടും. അതെ. പക്ഷേ സാധാരണക്കാരൻ്റെ സിനിമയായിരിക്കും മഞ്ഞുമൽ ബോയ്സ്, അത് 100% ഉറപ്പാണ്. പിന്നെ ചിദംബരം ചേട്ടൻ എന്ന ഡയറക്ടറിൽ എല്ലാ ക്രൂവും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പടം മ്യൂസിക്കലിയും സംവിധായകപരമായിട്ടും പടം മികച്ചൊരു സിനിമയായിരിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും, ക്രൂവിലുള്ള എല്ലാവരും, ബാക്കിയുള്ള സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.